ഇല്ല, ഞാൻ പറയാം. പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം. കഷ്ടപ്പാടാണ്. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ കുറെ ആൾക്കാർ വണ്ടി എടുക്കാണ്ട് നടന്നാവുന്ന് ഇവിടം വരെ പോവാൻ കാറോ ഇനി അതിനകത്തോ കഴിക്കുന്നു. ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നത് എൻ്റെ മോനാണ് ഗായ്സ്, അത് കാണുന്നത് എൻ്റെ അനിയനാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 2 മാസം മുന്നേ ചെയ്യേണ്ട വീഡിയോ ആണ്. അതായത് എൻ്റെ യൂട്യൂബിൽ നിന്ന്, അതായത് 2 കൊല്ലത്തെ കഷ്ടപ്പാടാണ് ഗൈസ്, 2 കൊല്ലത്തെ കഷ്ടപ്പാട്. സോ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി. അത് 2 കൊല്ലം കൊണ്ട് കഷ്ടപ്പാടിൻ്റെ അത് വളരെ സന്തോഷമാണ്. അത് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഇനി നമ്മളെ കൂട്ടത്തിൽ ഒരാൾ കൂടി വേണം. അതിങ്ങോട്ട് പറയാണ്ട് ശരിയാവില്ലല്ലോ. എത്ര കിട്ടി, പിന്നെന്താ, എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, 2 മാസം മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നാട്ടിലെത്തിയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. സോ നമ്മളങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് നമുക്ക് വണ്ടി എടുക്കണം. അങ്ങനെ അതൊന്ന് നോക്കിയപ്പോൾ വണ്ടി എടുത്ത് അനിയൻ പോയിക്കുന്നത്. എൻ്റെ അനിയനല്ല, എൻ്റെ കസിൻ. അനിയൻ തന്നെയാണ്, കസിൻ. വണ്ടി എടുത്ത് പോയിക്കുന്നു. ചെങ്ങായി അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന വണ്ടി. ഇനി തീർത്തും കഴിഞ്ഞ് നമുക്ക് പോകണം. ഓക്കെ, എന്താണ് ഇത് ഓഫാക്കിയിടാനൊന്നും എനിക്ക് ആവില്ല. ഇത് വണ്ടി ചാവി ഓഫാക്കിയിടാത് ചെങ്ങായ എടുത്തുകൊണ്ട് പോയത്. എന്താ ഹോർലിക്സേ കുടിക്കുള്ളൂ രാവിലെ തന്നെ? ഇനിയാ ഇവിടെ ഈ ബൈക്കാട്ടോ ഗൈസ് കയറിപ്പോണ്ട് ഇതുപോലെ പുരേക്ക് ആ കാണുന്ന ATM എന്നാ പൈസ എടുക്കേണ്ടി. കാണുന്നില്ല, ഇപ്പം കാണുന്നില്ലേ? പരിപാടി ഉണ്ട്, വാ പരിപാടി ഉണ്ട്. അങ്ങനെ വന്നാൽ മതി, നല്ല പോലെ വാ. ഇവനെ മണ്ണെടുക്കാൻ വിളിക്കുവോ ആരെങ്കിലും? ചെങ്ങനാ വാ പോവാ, പരിപാടി ഉണ്ട്. അവിടം വരെ പോയാ, ATM വരെ പോയാൽ മതി. ശരി, ഇവനെ കൂട്ടി എന്തിനാ അറിയാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിനെ ആശാൻ നമ്മളപ്പുറമുണ്ട്. അപ്പം ഇത് ഒന്നാണ്ട് നമുക്ക് എന്താ നിങ്ങൾ രാവിലെ തന്നെ മറ്റുമോ കയറുന്നത്? ഇത് പ്രൊഫഷണൽ പ്രയറാ. 1 കൂട്ട്, 2 കൂട്ട്, 3 കൂട്ട് വണ്ടി എടുക്കാണ്ട് നടന്നാവുന്ന് ഇവിടം വരെ പോവാൻ കാറോ ഇനി അതിനകത്തോ കഴിക്കുന്നു. ഇഞ്ഞിതെടുക്ക് എന്നാ ഞാൻ ഇവിടെ ആക്കി തരാം. ഇതെന്ത് പണിക്ക് വേണ്ടെന്ന് ഇത് ഇങ്ങനത്തെ പണി കിട്ടണം ഇവിടെ. മൂടില്ലാത്ത പണിക്ക്, മൂടില്ലേ പണിക്ക് പോലാന്ന്. നല്ലോണം തട്ട് കഴിഞ്ഞ. അതെ, ഇത് 2 കൊല്ലത്തെ കഷ്ടപ്പാടാണ്. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ കുറെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പൈസ കയ്യിൽ കിട്ടുമ്പോഴുള്ള സന്തോഷം വേറെ തന്നെ. അപ്പൊ ഇതിന് വേണ്ടി പൈസ എത്രയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് എന്റെ ചാനൽ ഒരു വിഷയത്തിൽ വരുന്നതുകൊണ്ട് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നമുക്ക് ഇഷ്ടമുള്ള കണ്ടൊക്കെ ചെയ്യാം. പൈസ അതിൽ നിന്ന് വരും, നാളെ പോകും. അതൊന്നും ഒരു വിഷയമാക്കട്ടെ. നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ പരിപാടി തീർക്കണം, പൈസ തീർക്കണ്ടേ. പണ്ട് കിട്ടിയ സന്തോഷം ഇതിനെ കൊണ്ടൊന്നും തീരൂല. എന്തല്ല ഓസ്കാർ എടുത്താലോ? എങ്ങനെ ആരാധകരെ കൊണ്ടുള്ള ശല്യാന്ന് ഇതേ വൻ ഫേമസ് അല്ലേ ഇപ്പൊ? ആരാധകരെ കൊണ്ടുള്ള ശല്യാന്ന്. ഇനിങ്ങന്റെ കുത്തിക്കല്ലി കുടിക്കാൻ ഏതൊക്കെ ആൾക്കാരായിരുന്നു.
വയനാട്ടിന്നോ ഉള്ളതേ നമ്മള് പറയുള്ളൂ. തള്ളണ്ടി കിട്ടാണ്ടോ? ഇതൊക്കെ മുൻകൂട്ടി ഓർഡർ ചെയ്യണ്ടേ? നമ്മള് പോകല്ലേ, അതുകൊണ്ട് ഇറങ്ങിയാൽ മതിയല്ലോ. നിങ്ങക്ക് പിന്നെന്താ പരസ്യത്തിന്റെ പ്രൊമോഷന്റെ ആവശ്യം ഉണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ല. ഇത് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ഇത് വിറ്റ് ജീവിക്കണ്ടേ? ഇതാട്ടോ നമ്മളെ ജലിക്കയിന്റെ ഫേമസ് ഫുഡ് കളിക്ക്. നമ്മളെ ഷോർട്ട് വീഡിയോയിൽ പല തവണ അത് കണ്ടിട്ടുണ്ട്. ഫുൾ വീഡിയോയിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പിന്നെ അത് ബുക്കൊക്കെ ചെയ്യാനില്ല. ആ പറഞ്ഞോളൂ. തൊള്ളേന്റെ അപ്പണ്ണന്റെ എനിക്ക് ഒന്നുകൂടി വേണം. എന്നാ അത് വേണ്ടല്ലേ? വെള്ളം മതി വരെ. വെള്ളം മതി. ഇത് നമ്മളെ സ്വന്തം ആശിക്കും സുന്ദരനാ, കോമളനാ. ഇന്നിന്റെ പൈസ ഉണ്ടോ? എക്സ്പ്രഷൻ നോക്കിയ പിന്നെ കണ്ണടയൊക്കെ അങ്ങ് ഒഴിവാക്കിയാണ്. ഞാൻ വയസ്സനല്ലാതെ അമ്മാനോട്. അപ്പൊ ഇവളോടൊപ്പം ഇപ്പം വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് അത് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുന്നുള്ള വീഡിയോ ഞാൻ കുറേ മാസം മുന്നേ എടുത്തു. ഇപ്പം കോലത്തിനൊക്കെ മാറ്റണ്ട്. അത് ഇതൊന്ന് എൻഡാക്കാൻ ഇവളും കൂടി വേണം. ശരിയല്ല, അത് ഇതിൻ്റെ എൻഡാക്കണമെങ്കിൽ മാഡത്തിനൊരു ഫ്രീ ആയി കിട്ടുന്ന ടൈം ആണല്ലോ. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത് വീഡിയോ ഇടാൻ. അപ്പോൾ 2 വർഷത്തെ കാത്തിരിപ്പാണ്. എന്ത് കാത്തിരിപ്പ്? എന്താ ചോദിച്ചാൽ? അതെ, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ. അപ്പോൾ ഏതായാലും വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ സപ്പോർട്ടോണാണ് എവിടെ കിടന്ന ഞാൻ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. 4 ആൾക്കാർ അറിയുന്നുണ്ട് ഏതായാലും ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം. അപ്പം വീണ്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. വീണ്ടും ഞാൻ പറയുന്നതിൻ്റെ തൊള്ളയിൽ നോക്കിക്കാണ്ട് ഇതിലേക്ക് എന്തോ നോക്കി പറയും. പ്ലേ ബട്ടൺ അത് ആദ്യം പറഞ്ഞിട്ടുള്ള സംഭവം. പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓളെ പുരയിൽ റൂമിൽ കൊണ്ട് വെക്കുന്നുള്ള സംഭവം ആദ്യം പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പം നമുക്കൊന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് യൂട്യൂബ് തുടങ്ങാൻ കാരണക്കാരെ അങ്ങനെ യൂട്യൂബ് തുടങ്ങി ഇല്ല. നീ പറയുന്നതിന്റെ മുന്നേ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം. അപ്പൊ എന്നോട് പറഞ്ഞു യൂട്യൂബ് ചാനൽ ഒന്നും തുടങ്ങണ്ട വേണ്ട പറഞ്ഞു. ഒരു മാസം 2 മാസം കഴിഞ്ഞപ്പോ നിശാൽക്കാക്ക യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇവൾ എന്നോട് പറയുന്നതിന് മുമ്പ്, അതായത് ഞങ്ങൾ അഫെയർ ആകുന്നതിന് മുമ്പ് ഫാത്തിമ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. സോ ഈ 10th പഠിക്കുമ്പോൾ ഓളും ഞാനിങ്ങനെ ടിക്ടോക്ക് ഇങ്ങനെ ചെയ്യാനോ. ടിക്ടോക്ക് അറിയാം എനിക്ക്. അപ്പോൾ ഫാത്തിമേൻ്റെ പേര് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓളിനോട് ആദ്യം പറഞ്ഞു എനിക്ക് ഇതൊക്കെ നിർത്തിയിട്ട് വല്ല യൂട്യൂബ് പരിപാടി ചെയ്തൂടെ, പിന്നെന്താ കുറച്ച് പൈസ ഞാൻ കിട്ടൂല. പിന്നെ എനിക്ക് യൂട്യൂബിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവളിനോട് പറഞ്ഞ് ചോദിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മൾ പറഞ്ഞത് ശരിയാ. തുടങ്ങി കഴിഞ്ഞാൽ രസമല്ലേ, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ജസ്റ്റ് എൻജോയ്മെൻ്റ് ആയിട്ട് ഗൾഫുള്ള ടൈമിൽ തുടങ്ങിയതാണ്. സോ അത് ഒരു വീഡിയോ കയറി ഞാൻ ഞങ്ങൾ കൊടുത്തി. അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം. എനിക്കെന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? നമ്മളെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അപ്പോ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ശരിക്കും നാവോണ്ട് അട്ടത്തുള്ള സാധനം എടുക്കുക. അപ്പോൾ പൈസ എത്ര കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയുന്നത് നോക്കണ്ട. ലക്ഷങ്ങളൊന്നും കിട്ടിയിട്ടില്ല, 10,000 കിട്ടിയിട്ടുണ്ട്. ഏതായാലും അടുത്തത് ഇതിലും കൂടുതൽ കിട്ടട്ടെ. നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.